അസ്സലാമു അലൈക്കും. അധിക പ്രസംഗത്തിലെ ഈ ലക്കം സക്കീർ നായിക്കിന്റെ സ്ഥാപനം അടച്ചുപൂട്ടാനുള്ളതായ ഇന്ത്യ ഗവൺമെന്റിന്റെ തീരുമാനത്തെക്കുറിച്ചാണ്. ഇതിനൊരാമുഖം പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിലായി അല്ലെങ്കിൽ മാസങ്ങളിലായി വളരെ ആവേശത്തോടുകൂടിയും വികാരത്തോടുകൂടിയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതായ, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായ, സമ്മേളിച്ചുകൊണ്ടിരിക്കുന്നതായ പ്രധാനപ്പെട്ടതായ ഒരു പ്രമേയം ഏക സിവിൽ കോഡ് എന്നതാണ്. ഈ ഏക സിവിൽ കോഡ് വിഷയം യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യം രൂപപ്പെട്ട മുതൽ, അഥവാ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രം തൊട്ട് ഉള്ളതായൊരു വസ്തുതയാണ്. അതിൽ പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല. ഇത് ഭേദഗതി ചെയ്യുക എന്നത് നേരത്തെ BJPയുടെ, കോൺഗ്രസിനെ തന്നെയും അജണ്ടയിൽപ്പെട്ട ഒന്നാണ്. കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ മാർഗനിർദ്ദേശങ്ങളിൽ അതുണ്ട്. മാർഗനിർദ്ദേശങ്ങളിൽപ്പെട്ടതായ പല കാര്യങ്ങളും സർക്കാർ നടപ്പാക്കുന്നില്ല. പക്ഷേ ഒരപരനെ സങ്കല്പിച്ചുകൊണ്ട് ഒരു സമുദായത്തെ വേട്ടയാടാൻ ശ്രമിക്കുമ്പോൾ ഈ കാര്യം തെളിഞ്ഞു വരുന്നു. നമ്മൾ പ്രസംഗത്തിലൊക്കെ പറയാറുണ്ട്, ഈ ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്ന് ചാൾസ് രാജാവിന്റെ തല പോലെ എന്ന് പറയുന്നത് പോലെ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള പല തെരഞ്ഞെടുപ്പ് ആസന്നമാകുമ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഏക സിവിൽ കോഡ്. ഏക സിവിൽ കോഡ് തീർച്ചയായും നടപ്പാക്കുന്നതിന് മുസ്ലിങ്ങൾ അവരുടേതായ രീതിയിൽ എതിർക്കണം. പക്ഷേ ഈ എതിർക്കണമെങ്കിൽ ഇസ്ലാമികമായ ഒരു അവബോധവും ഇസ്ലാമികമായ ചിന്തയും, എന്താണ് ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത്, എവിടെയാണ് അത് സ്പർശിക്കുന്നത്, എവിടെയാണ് അത് ശരീരത്തിന്റെ കുരളിൽ കരളത്ത് പിടിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു ചിന്ത നമ്മുടെ തലമുറകളിൽ ഉണ്ടാവണമെങ്കിൽ ഇസ്ലാമികമായ അവബോധം ഉണ്ടാവണം, ഇസ്ലാമിക വിദ്യാഭ്യാസം അറിയണം, അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ചറിയണം. പക്ഷെ ഇവിടെ ഗവൺമെന്റ് വളരെ ആസൂത്രിതമായും വ്യവസ്ഥാപിതമായും ശാസ്ത്രീയമായും അത്തരത്തിലുള്ളതായ അറിവുകളുടെ എല്ലാവിധ ഓരങ്ങളെയും അടച്ചുകൊണ്ടിരിക്കുന്നു, ഉറവകളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന വസ്തുത സമുദായം മനസ്സിലാക്കുന്നില്ല. സമുദായം ഈ ഏക സിവിൽ കോഡ് എന്ന് പറയുമ്പോൾ അതിന് പിന്നാലെ ഓടുന്നു എന്നല്ലാതെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അനാഥാലയങ്ങൾ ഇതാ ശ്വാസം മുട്ടി മരിച്ചുകൊണ്ടിരിക്കുന്നു. സമുദായത്തിന്റെ ഭാഗത്തിന് ഈ വിഷയത്തിൽ ഒരു കൂട്ടായതായ ചർച്ചയോ ഗൗരവപൂർവമായ ഒരു പരിചിന്തനമോ ഒരു ആത്മാർത്ഥമായ ഒരു ഇടപെടലോ ഉണ്ടായിട്ടില്ല. സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളെ ഇങ്ങോട്ട് കടത്തിക്കൊണ്ടുവന്ന് അവരെ കൊഴുപ്പിച്ച് അവരെ ലൈംഗികമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഗൾഫിലേക്ക് അയക്കുന്നു ഒക്കെ ജസ്റ്റിസ് ശ്രീദേവിയെ പോലെയുള്ള ആളുകൾ പറയുമ്പോൾ അതിനെതിരെ ചില ആളുകൾ ഒറ്റപ്പെട്ട പ്രതികരണങ്ങൾ എന്നല്ലാതെ ഈ അനാഥശാലകളെ അതിന്റെ മറവിൽ അന്യസംസ്ഥാനത്ത് നിന്നുള്ളതായ കുട്ടികളെ കടത്തുന്നതിന് മറവിൽ ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുന്നു. പുതിയ അനാഥശാലകളിലെ പ്രവേശനങ്ങളെ സംബന്ധിച്ച് ഒരു പഠനം നടത്തിയാൽ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവും. അനാഥാലയങ്ങളിലേക്ക് കുട്ടികളെ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ, പ്രവേശിപ്പിക്കണമെങ്കിൽ സർക്കാരുകൾക്ക് മാത്രമേ അതിന് അധികാരമുള്ളൂ. സർക്കാർ നിശ്ചയിക്കുന്ന ഏജൻസികളായിരിക്കണം. അവരുടെ നിർദ്ദേശം അനുസരിച്ചുള്ള കുട്ടികൾ അനാഥകളല്ല, വഴിയാധാരമായി തെരുവ് തണ്ടികളായ കുട്ടികളാണ്. അവരെ എടുക്കുക എന്നതായ സംരക്ഷണം ഏറ്റെടുക്കേണ്ടത് യഥാർത്ഥത്തിൽ സർക്കാരിന്റെ ബാധ്യതയാണ്, സമുദായത്തിൻ്റെതല്ല. സമുദായം ആ ബാധ്യത നിർവഹിക്കുന്നത് പ്രവാചകന്റെ ഒരു വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അന വക്കാഫിൽ എത്തിയും ഹാക്കഥ എന്ന് പറഞ്ഞുകൊണ്ട് ഇരു വിരലും ഉയർത്തിക്കൊണ്ട് സ്വർഗത്തിൽ ഞാനും അനാഥകളെ സംരക്ഷിക്കുന്നതും ഒരുപോലെയാണ് എന്ന മതപരമായ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്ന സംരംഭമാണ്. അങ്ങനെയാണ് ഈ പാവപ്പെട്ടതായ സമുദായത്തിലെ കുട്ടികൾ അനാഥകളായി തെരുവുതണ്ടികളായി മാറുന്നതിനുള്ള സംരംഭം. ആ സംരംഭത്തിന്റെ കഴുത്ത് ഞെരിച്ചു കഴിഞ്ഞു. അതായത് അടുത്തതായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിലൊന്ന് വളരെ പ്രധാനപ്പെട്ടത് ഈ സക്കീർ നായിക്കിന്റെ സംഭവത്തിലുള്ളതാണ്. സക്കീർ നായിക്കിനോടുള്ളതായ വിയോജിപ്പ്, നമുക്ക് എല്ലാവർക്കും എല്ലാ നിലക്കും പരസ്പരം വിയോജിപ്പുകളുണ്ട്. പണ്ട് കാലത്തെ ആ വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. മദ്ഹബുകൾ വ്യത്യസ്തങ്ങളായി, ചിന്തകൾ വ്യത്യസ്തങ്ങളായി. പക്ഷേ നമ്മളെല്ലാവരും ഒരു വിശ്വാസത്തിൽ, ഒരു കലിമത്ത് തൗഹീദിൽ വിശ്വസിക്കുന്നവരാണ് എന്ന നിലയ്ക്ക്, ഒരു പ്രവാചകന്റെ അനുയായികളാണ് എന്ന നിലയ്ക്ക് വീക്ഷിക്കുമ്പോൾ സക്കീർ നായിക് കഴിഞ്ഞ 22-23 വർഷങ്ങളായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ, അതിന്റെ വിപുലമായ അതിന്റെ പ്രതലം, അതിന് 10 കോടിയിലധികം ശ്രോതാക്കളാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം ഇസ്ലാമിൽ നിന്നുകൊണ്ട് സംവാദങ്ങളിൽ ഏർപ്പെടുന്നു. പലരെയും അദ്ദേഹം മുട്ടുകുത്തിക്കുന്നു. ശ്രീ 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 എന്നൊക്കെ പറഞ്ഞ് ആ വെള്ളത്തിൽ കല്ലെറിഞ്ഞ പോലെ ഇങ്ങനെ ശ്രീ തെറിച്ചു പോകുന്ന ആ വ്യക്തികളൊക്കെ അദ്ദേഹത്തോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ടവരാണ്. പല പുരോഹിതന്മാരും, പല പാതിരിമാരും, പല അച്ഛന്മാരും അദ്ദേഹത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ പിടയുന്നവരാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, അദ്ദേഹത്തിന് പലതിനോടും, ചിന്തകളോടും, സെൽഫി മൻഹജിനോടൊക്കെ വിയോജിപ്പുള്ളവരുണ്ടാകാം. എങ്കിൽ പോലും അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് പ്രചോദിതമായി എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ഒരു ബംഗ്ലാദേശിലെ ഒരു ചാവേറിനെ സംബന്ധിച്ചതായ പിടികൂടിയപ്പോൾ കിട്ടിയതായ ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ വിചാരണ ചെയ്യാൻ പോലും അവസരം നൽകാതെ, പറയാനുള്ളത് പറയാൻ അനുവദിക്കാതെ അദ്ദേഹത്തിന്റെ സ്ഥാപനം അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനെതിരെ UAPയെ ചുമത്തിയിരിക്കുകയാണ്. ഇത്രയും ക്രൂരമായ ഒരു നടപടി ജനാധിപത്യ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നെന്ന് പറയുമ്പോൾ ഖേദകരമാണ്. അതിനെതിരെ ശബ്ദിക്കാൻ ആരും തന്നെ തയ്യാറില്ലെന്ന് മാത്രമല്ല, പല ചാനലുകളും ഈ വക കാര്യങ്ങൾ
കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോലും മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ചാനലുകൾ പോലും ഇക്കാര്യത്തിൽ വളരെ പിറകോട്ട് പോകുന്നു. ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല. പത്രങ്ങളാവട്ടെ അതിന് പറയത്തക്ക പ്രാധാന്യം നൽകുന്നു. ഇസ്ലാമിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുമ്പോൾ ഇസ്ലാമിന് വേണ്ടി ശബ്ദമുയർത്തുന്നതായ വളരെ അപൂർവമായ ശബ്ദങ്ങളിൽ അപൂർവമായ ഒന്നിനെ അതിന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലുമ്പോൾ എന്താണ് നമ്മൾ നോക്കി നിൽക്കുന്നത്? അപ്പോൾ നമുക്ക് ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുഭാരിത്വം അനുഷ്ഠിക്കാനുള്ള ത്വരയാണ് നമ്മുടെ സമുദായത്തിലുള്ളത്. ആർക്കാണ് അത് വേണ്ടത്? ഈ ബഹുഭാരിത്വത്തിൽ നിന്നെല്ലാം തന്നെ സമുദായം രക്ഷപ്പെട്ട് പുറത്തു കടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ബഹുഭാരിത്വം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള പ്രക്ഷോഭത്തിനാണ് നമ്മൾ നേതൃത്വം നൽകേണ്ടത്. ആ ഏക സിവിൽ കോഡിനേക്കാൾ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ ഇതുപോലുള്ളതായ സ്വതന്ത്രമായ അഭിപ്രായം പ്രകടിപ്പിക്കാനും ഇസ്ലാം മതത്തിലേക്ക് ക്ഷണിക്കാനുമുള്ളതായ അത്തരത്തിലുള്ള സംരംഭങ്ങൾ വളരെ ദുർബലമായ രീതിയിൽ മാത്രമേ ഈ സമുദായത്തിൽ നടക്കുന്നുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ വക കാര്യങ്ങളുടെ നേരെ കണ്ണടക്കുന്നു. ഇത് ഒന്നോ രണ്ടോ സംഭവമല്ല. നമ്മൾ ജർമ്മൻ കവിയെ ഉദ്ധരിച്ച് പറയാറുണ്ട്, അവർ അന്വേഷിച്ചു വന്നു, അവർ അന്വേഷിച്ചത് എന്നെയായിരുന്നില്ല, അവർ കമ്മ്യൂണിസ്റ്റുകാരെയായിരുന്നു, ഞാൻ വാതിലടച്ചു, ഞാൻ സുഖമായി ഉറങ്ങി. വീണ്ടും അവർ വന്നു, അവർ അന്വേഷിച്ചത് കാത്തോലിക്സിനെ ആയിരുന്നു, കത്തോലിക്കരെ. ഞാൻ കാത്തോലിക്സ് അല്ല, ഞാൻ പുതപ്പ് ശരിയാക്കി വീണ്ടും ഉറങ്ങി. വീണ്ടും അവർ വന്നു, അവസാനമായി അവർ അന്വേഷിച്ചത് എന്നെയാണ്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് എല്ലാവർക്കും എതിരെയുള്ള ഗൂഢാലോചനയാണെന്ന്. അവരാദ്യം സിമി അന്വേഷിച്ചു. ആ സിമി എന്ന് പറയുന്ന പ്രസ്ഥാനം അതിനെ നിരോധിക്കുന്നതിന് മുമ്പ് ഇസ്ലാമിക ദക്ഷിണയുടെ മുസ്ലിം യുവത്വത്തിന്റെ ഒന്നാം തരം ദക്ഷിണ സാന്നിധ്യമായിരുന്നു. അവരുടെ ചിന്തകൾ, അവരുടെ പ്രവർത്തനങ്ങൾ വളരെ വളരെ മാതൃകാപരവും അനുകരണീയവും സമുദായത്തെ ഉത്ബുദ്ധമാക്കാൻ വളരെ സഹായമായ ഒന്നായിരുന്നു. അവരെ ഇല്ലാതാക്കി. പിന്നീട് നമുക്കറിയാവുന്നതുപോലെ എന്തെല്ലാം വീഴ്ചകളും പോരായ്മകളും ഉണ്ടെങ്കിലും NDF പോലുള്ള സംഘടനകളെ വേട്ടയാടി അവരില്ലാതായി. പിന്നീട് അവരുമായി ബന്ധപ്പെട്ടതായ പല സംരംഭങ്ങൾക്കും എതിരെ പലതരത്തിലുള്ള വിലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴിതാ ജാക്കിർ നായിക്ക് അനാഥശാലകൾ. നാം ആരെയാണ് കാത്തിരിക്കുന്നത്? സംഘടിക്കാൻ, യോജിക്കാൻ, സഹകരിക്കാൻ. സലഫി വിഭാഗങ്ങൾ, അതായത് മുജാഹിദുകളിലുള്ള ഇരു ഗ്രൂപ്പുകളും യോജിക്കാൻ പോകുന്നു എന്നതായ അനുഗ്രഹീതമായ ഒരു വാർത്ത. ആ വാർത്തയ്ക്ക് അതിനെ ശ്ലാഘിക്കുന്നതോടൊപ്പം ഇതര സംഘടനകളും മറ്റും തന്നെ ചേർന്ന് നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ നേരെ എങ്ങനെ പ്രതികരിക്കണമെന്നതിനെ സംബന്ധിച്ച് അടിയന്തരമായി വിശകലനം നടത്തുകയും പ്രതികരിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള സമ്മേളനങ്ങളും സംവാദങ്ങളും നടത്തുകയും ചെയ്യുക എന്നത് ഈ സന്ദർഭത്തിന്റെ വർത്തമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടമായ ഒരു സംഭവമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ അധിക പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. വസ്സലാമു അലൈക്കും.